1914 ആഗസ്റ്റ് 5-ാം തീയതി രാത്രി. അന്ധകാരത്തിന്റെ മറവിൽ 2 ദിവസം മുമ്പ് ബെൽജിയത്തിലേക്ക് കടന്നുകയറിയിരുന്ന ജർമ്മൻ ആക്രമണ സൈന്യത്തിന്റെ 5 വ്യൂഹങ്ങൾ ലീജ് എന്ന നഗരത്തിലേക്ക് മുന്നേറുകയായിരുന്നു. അവർ പ്രതീക്ഷിച്ചത് വലിയ പ്രതിരോധമൊന്നുമില്ലെന്നായിരുന്നു. പക്ഷേ അവർക്ക് അതിശയമായി. നഗരത്തിന്റെ പുറമ്പോക്കുകളിലുണ്ടായിരുന്ന കോട്ടകളിൽ നിന്ന് ബെൽജിയൻ സൈന്യം ശക്തമായ വെടിവെപ്പ് ആരംഭിച്ചു. ജർമ്മൻ സൈന്യത്തിന് ഇത് വലിയ തിരിച്ചടിയായി. കാരണം ഫ്രാൻസിനെതിരായ അവരുടെ പ്രധാന സൈനിക പദ്ധതിയിലേക്ക് മുന്നേറുന്നതിനു മുൻപ് ലീജ് നഗരം നിയന്ത്രണത്തിലാക്കുന്നത് നിർണായകമായിരുന്നു. അതിനാൽ ജർമ്മൻ സൈന്യം അതിശക്തമായി ആക്രമിക്കുന്ന സീജ് ടാക്ടിക്സ് സ്വീകരിച്ചു. വളരെ ഭാരമേറിയ ഹവിറ്റ്സർ പീരങ്കികൾ ഉപയോഗിച്ചു. ഈ പീരങ്കികൾ വെടിയുതിർക്കുമ്പോൾ ഷെല്ലുകൾ ആകാശത്തേക്ക് ഉയർന്ന് ഏകദേശം 12,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചു. കോട്ടകളുടെ ഇരുമ്പ് കവചം തകർത്തു. ബെൽജിയൻ കോട്ടകൾ ശക്തമായിരുന്നെങ്കിലും ഇത്തരം ഭീകരമായ ആക്രമണം ദീർഘകാലം ചെറുക്കാൻ അവയ്ക്ക് കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 13-ന് ആദ്യ കോട്ട കീഴടങ്ങി. 3 ദിവസം കഴിഞ്ഞ് ലീജ് നഗരം മുഴുവൻ ജർമ്മൻ നിയന്ത്രണത്തിലായി. ഇത് പ്രഥമ ലോകമഹായുദ്ധത്തിലെ ആദ്യ വലിയ ഏറ്റുമുട്ടലായിരുന്നു. മനുഷ്യചരിത്രത്തിൽ വിപുലമായ നാശനഷ്ടങ്ങൾ വിതച്ച ആ ഭീകര സംഘർഷത്തിന്റെ തുടക്കം. യൂറോപ്പിന്റെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം കുറിച്ച അതിഭീകരമായ യുദ്ധത്തിന്റെ ആദ്യ അധ്യായം. 1-ാം ലോക മഹായുദ്ധത്തിലെ ആദ്യത്തെ വലിയ ഏറ്റുമുട്ടൽ. അതെ, സാമ്രാജ്യത്വ ശക്തികളുടെ സമവാക്യം തിരുത്തിക്കുറിച്ച യുദ്ധത്തിന്റെ കഥ. 1914-ലെ ലോകക്രമം, യൂറോപ്പിന്റെ മേൽക്കോയ്മ. 1914-ൽ ലോകത്തിന്റെ ഭാവി നിർണയിച്ച തീരുമാനങ്ങൾ മിക്കവാറും എടുത്തിരുന്നത് യൂറോപ്പിലെ തലസ്ഥാന നഗരങ്ങളിലായിരുന്നു. ബെർലിൻ, ലണ്ടൻ, പാരീസ്, വിയന്ന. ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രം യൂറോപ്പായിരുന്നു. ആ സമയത്ത് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യമായി ഉയർന്നുവരുന്നത് ജർമ്മനിയാണ്. സൈനിക ശക്തിയിലും വ്യവസായ ശക്തിയിലും ജർമ്മനി മുന്നിലായിരുന്നു. പിഗേണും സ്റ്റീലും ഉത്പാദിപ്പിക്കുന്നതിൽ ജർമ്മനി ബ്രിട്ടനെ പോലും മറികടന്നു. കൽക്കരിയുടെ ഉത്പാദനത്തിൽ മാത്രം ബ്രിട്ടൻ ആ സമയത്തും മുന്നിലായിരുന്നു. ഫ്രാൻസ്, ബെൽജിയം, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി അഥവാ ഹാബ്സ്ബർഗ് സാമ്രാജ്യം, ഇവയെല്ലാം ഈ വ്യവസായ മത്സരത്തിൽ കുറച്ചുകൂടി പിന്നിലായിരുന്നു. റഷ്യയുടെ വ്യവസായ മേഖല വേഗത്തിൽ വളരുന്നുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അത്ര പിന്നിലായിരുന്നതിനാൽ ജർമ്മനിയെയും ബ്രിട്ടനെയും ഗൗരവമായി വെല്ലുവിളിക്കാൻ റഷ്യയ്ക്കിപ്പോഴും കഴിയുന്നില്ലായിരുന്നു. എന്നാൽ യൂറോപ്പിന് പുറത്തുള്ള ലോകത്ത് അവസാന 40 വർഷത്തിനിടെ വളരെ വലിയ വ്യവസായ പുരോഗതിയുണ്ടായി. 1914-ഓടെ അമേരിക്കൻ ഐക്യനാടുകൾ കൽക്കരിയും പിഗ്ഗയണും സ്റ്റീലും ഉൽപ്പാദിപ്പിക്കുന്നതിൽ ജർമ്മനിയെയും ബ്രിട്ടനെയും മറികടന്നു. അമേരിക്ക അപ്പോഴേക്കും ഒരു വലിയ ലോകശക്തിയായി മാറിയിരുന്നു. അതേസമയം ജപ്പാനും വേഗത്തിൽ നവീകരണത്തിലൂടെ മുന്നേറി. 1904 മുതൽ 5 വരെയുണ്ടായ റഷ്യ-ജപ്പാൻ യുദ്ധത്തിൽ റഷ്യയെ തോൽപ്പിച്ചതിനു ശേഷം ജപ്പാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറി. ലോകശക്തികളുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ലോകത്തിലെ ഈ ശക്തരാഷ്ട്രങ്ങൾ എല്ലാം ഒരേ രീതിയിൽ ഭരിക്കപ്പെട്ടിരുന്നില്ല. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഇവയ്ക്ക് ജനാധിപത്യ ഭരണരീതിയായിരുന്നു. അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ പാർലമെന്റിലിരുന്നു. രാജ്യം ഭരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. എങ്കിലും ചില രാജ്യങ്ങളുടെ ഭരണരീതികൾ പുറമേ ജനാധിപത്യമായി തോന്നിയെങ്കിലും യഥാർത്ഥ അധികാരം മറ്റിടങ്ങളിലായിരുന്നു. ഉദാഹരണത്തിന് ജർമ്മനി. അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ലോവർ ഹൗസ് ഉണ്ടായിരുന്നു, റൈഹ്സ്ടാഗ്. പക്ഷേ യഥാർത്ഥ അധികാരം ചാൻസലറും കൈസർ എന്ന ചക്രവർത്തിയും കൈവശം വെച്ചിരുന്നു. ഇറ്റലിയിൽ ഒരു ചക്രവർത്തിയും
തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റുമുണ്ടായിരുന്നു. എന്നാൽ വോട്ടവകാശം പണമുള്ളവർക്ക് മാത്രം പരിമിതമായിരുന്നു. ജപ്പാനിലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ലോവർ ഹൗസ് ഉണ്ടായിരുന്നു. എങ്കിലും അവിടെയും വോട്ടവകാശം പരിമിതമായിരുന്നു. അവിടെ ചക്രവർത്തിയും പ്രിവി കൗൺസിലും യഥാർത്ഥ അധികാരം കൈവശം വച്ചിരുന്നു. പക്ഷേ റഷ്യയും ഓസ്ട്രിയ ഹംഗറിയും പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. റഷ്യയിലെ സാർ ഒരു പരിപൂർണ ഭരണാധികാരിയായിരുന്നു. ഓസ്ട്രിയയുടെ ചക്രവർത്തി ഒരേ സമയം ഹംഗറിയുടെയും രാജാവായിരുന്നു. രണ്ടിടത്തും പാർലമെന്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയ്ക്ക് അധികാരികൾക്ക് ഉപദേശം നൽകാനേ കഴിയുമായിരുന്നുള്ളൂ. അധികാരികൾക്ക് വേണമെങ്കിൽ അവയെ അവഗണിച്ച് സ്വയം തീരുമാനം എടുക്കാമായിരുന്നു. 1880 ശേഷമുള്ള സാമ്രാജ്യത്വ വിപുലീകരണ നയം. 1880 ശേഷം യൂറോപ്യൻ ശക്തികൾ ഒരു വലിയ സാമ്രാജ്യത്വ വിപുലീകരണത്തിലേക്ക് നീങ്ങി. ഈ നയത്തെ വിളിച്ചത് ഇംപീരിയലിസം എന്നായിരുന്നു. അഥവാ വിദേശഭൂമികൾ പിടിച്ചടക്കി സാമ്രാജ്യം നിർമ്മിക്കുക. ആഫ്രിക്കയിലെ ഭൂരിഭാഗവും ഈ സമയത്ത് യൂറോപ്യൻ ശക്തികൾ തമ്മിൽ വിഭജിച്ചു. ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക എന്ന പേരിലാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം പുതിയ വിപണികൾ കണ്ടെത്തുക, പുതിയ അസംസ്കൃത വസ്തുക്കൾ നേടുക. ഇതിനൊപ്പം ദുർബലമായ ചൈനീസ് സാമ്രാജ്യത്തിലും പല ശക്തികളും ഇടപെട്ടു. യൂറോപ്യൻ ശക്തികളും അമേരിക്കയും ജപ്പാനും ചൈനയെ വ്യാപാരാവകാശങ്ങൾ നൽകാൻ ബലമായി നിർബന്ധിച്ചു. അവരുടെ സ്വന്തം സർക്കാരിൻ്റെ അയോഗ്യതയും അഴിമതിയും ചൈനീസ് ജനങ്ങളിൽ വലിയ അസംതൃപ്തി സൃഷ്ടിച്ചു. അവസാനം 1911 പ്രാചീന മാൻചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ചൈന ഒരു റിപ്പബ്ലിക്കായി മാറി. യൂറോപ്പ് സഖ്യങ്ങളായി വിഭജിക്കപ്പെടുന്നു. ഇതിനിടയിൽ യൂറോപ്പ് 2 വലിയ സഖ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ട്രിപ്പിൾ അലയൻസ്: ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ എൻഡന്റ്: ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ഇതിനു പുറമേ 1902 ബ്രിട്ടനും ജപ്പാനും ഒരു സഖ്യകരാർ ഒപ്പുവെച്ചു. ഈ 2 പ്രധാന സഖ്യങ്ങൾ ഒന്നിനെതിരെ ഒന്നായി നിന്നപ്പോൾ യൂറോപ്പ് ആംഡ് ക്യാമ്പ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുധശക്തികളുടെ ബ്ലോക്കുകളായി മാറി. 1900 മുതൽ പലവട്ടം യൂറോപ്പ് യുദ്ധത്തിന്റെ വക്കിലെത്തിയിരുന്നു. യൂറോപ്പിലെ അസ്വാരസ്യങ്ങളുടെ കാരണങ്ങൾ. ഈ അവസ്ഥയിൽ യൂറോപ്പിലെ സമാധാനം പല കാരണങ്ങൾ കൊണ്ട് ഭീഷണിയിലായി. ആദ്യമായി ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ നാവിക മത്സരമുണ്ടായി. കടലിലെ ശക്തി ലോകാധിപത്യത്തിന്റെ അടയാളമായിരുന്നു. രണ്ടാമതായി ഫ്രാൻസിന് ഒരു പഴയ മുറിവുണ്ടായിരുന്നു. 1871 ഫ്രാങ്കോ പ്രഷ്യൻ വാറിന്റെ അവസാനം ഫ്രാൻസിന് അൽസസ് ലൊറൈൻ നഷ്ടമായി. ഈ പ്രദേശം ജർമ്മനി നേടിയെടുത്തു. ഈ നഷ്ടം ഫ്രഞ്ചുകാരുടെ മനസ്സിൽ വലിയ അസംതൃപ്തിയായി നിലനിന്നിരുന്നു. അതേസമയം ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ഇവരെ തങ്ങളെ എൻസർക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നവരായി കാണാൻ തുടങ്ങി. ജർമ്മനി സ്വന്തം സാമ്രാജ്യ വികസന നയമായ വെൽറ്റ് പൊളിറ്റിക് നടപ്പാക്കാൻ ശ്രമിച്ചു. പസഫിക് സമുദ്രത്തിലെ ചില ദ്വീപുകളും ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളും അവർ സ്വന്തമാക്കി. പക്ഷേ ബ്രിട്ടൻ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുടെ വമ്പൻ സാമ്രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ജർമ്മൻ സാമ്രാജ്യം ചെറുതും സാമ്പത്തികമായി അത്ര കിടപിടിക്കുന്നതുമായിരുന്നില്ല. ബാൽക്കൻ പ്രദേശങ്ങളിൽ ഓസ്ട്രിയയുടെ വർദ്ധിച്ചുവരുന്ന ആഗ്രഹങ്ങളെ റഷ്യ സംശയത്തോടെയാണ് നോക്കിയത്. അതേസമയം ജർമ്മനിയുടെ വേഗത്തിൽ ഉയർന്നുവരുന്ന സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും റഷ്യയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയായിരുന്നു. അതേസമയം മറ്റൊരു അപകടകരമായ പ്രശ്നം ബാൽക്കൻ പ്രദേശത്ത് വളരുകയായിരുന്നു: സെർബിയൻ ദേശീയത.
1882 മുതൽ സെർബിയയിലെ രാജാവ് മിലാൻ ഓസ്ട്രിയയെ അനുകൂലിക്കുന്ന നയമാണ് പിന്തുടർന്നത്. അദ്ദേഹത്തിന്റെ മകൻ അലക്സാണ്ടറും അതേ നയം പിന്തുടർന്നു. പക്ഷേ സെർബിയൻ ദേശീയവാദികൾ ഈ നിലപാടിനെ വെറുത്തു. 1878 ബെർലിൻ കരാറിലൂടെ ഓസ്ട്രിയക്ക് ബോസ്നിയെ കൈവശപ്പെടുത്താൻ അനുവാദം ലഭിച്ചു. പക്ഷേ സെർബിയൻ ദേശീയവാദികൾക്ക് ബോസ്നിയ ഒരു ഗ്രേറ്റർ സെർബിയയുടെ ഭാഗമാകണം എന്നായിരുന്നു ആഗ്രഹം. അവർക്ക് അലക്സാണ്ടർ ഒരു ദ്രോഹിയായിരുന്നു. 1903 ഒരു സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘം അദ്ദേഹത്തെ വധിച്ചു. പിന്നീട് പീറ്റർ കരാഗോർഗവിച്ച് രാജാവായി. ഇതോടെ സെർബിയയുടെ വിദേശനയം പൂർണ്ണമായി മാറി. ഇപ്പോൾ സെർബിയ റഷ്യയെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. എല്ലാ സെർബുകളും ക്രൊയേഷ്യക്കാരും ചേർന്ന് ഒരു വലിയ ദക്ഷിണ സ്ലാവ് രാജ്യം യുഗോസ്ലാവിയ സൃഷ്ടിക്കുക. പക്ഷേ ഈ ജനവിഭാഗങ്ങളിൽ പലരും ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിനുള്ളിലായിരുന്നു. അവർ അവിടെ നിന്ന് വേർപെട്ടാൽ മറ്റ് വിഭാഗക്കാരും സ്വാതന്ത്ര്യം ആവശ്യപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ പല വിഭാഗങ്ങളുടെ കൂട്ടായ്മയായ ഹാബ്സ്ബർഗ് സാമ്രാജ്യം പൂർണ്ണമായി തകർന്നുപോകും. അതുകൊണ്ട് ചില ഓസ്ട്രിയൻ നേതാക്കൾ ഒരാശയം മുന്നോട്ട് വച്ചു. സെർബിയ ശക്തിയാകുന്നതിനു മുമ്പ് അവരെ ആക്രമിക്കണം. ഇതവർ വിളിച്ചത് പ്രിവെന്റീവ് വാർ. അതേസമയം സെർബിയയെ പിന്തുണച്ച റഷ്യയോടും ഓസ്ട്രിയയ്ക്ക് വലിയ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇങ്ങനെ അസൂയയും ഭയവും ദേശീയതയും സാമ്രാജ്യത്വ മത്സരങ്ങളും ഒന്നിച്ചു ചേർന്ന് യൂറോപ്പിനെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നയിച്ചു. ഈ സംഘർഷങ്ങളും വൈരാഗ്യങ്ങളും ചേർന്നാണ് അവസാനം 1914 ജൂലൈയിൽ ഒരു മഹായുദ്ധത്തിന്റെ വാതിൽ തുറന്നത്. 1914 ലോകക്രമം നമ്മൾ മനസ്സിലാക്കി. അടുത്ത വീഡിയോയിലൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തിയ പ്രധാന സംഭവവികാസങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.